ഹലോ. ഇന്ന് ഒരു പുതിയ കഥ കേട്ടോ. ഒരു ഒരു അറബി പറഞ്ഞ കഥയാണ്. ആ കഥയിൽ ഒരു അറബി നാട്ടിലെ ഒരു ഗ്രാമത്തിൽ പുതുതായിട്ട് ഒരു വീട് വാങ്ങിയിട്ട് താമസിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെയുള്ള പള്ളിയിൽ അയാൾ നമസ്കാരത്തിന് വേണ്ടി പോയപ്പോൾ, ഫസ്റ്റിലായിട്ട് അവിടുത്തെ പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോയപ്പോൾ അവിടുത്തെ ഇമാമ അയാളെ കണ്ടിട്ട് ചോദിച്ചു, പരിചയപ്പെട്ടു. നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളിവിടെ പുതിയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ഞാനിവിടെ പുതിയതാണ്. ഇവിടെ നിങ്ങളുടെ അടുത്തൊരു പുതിയ വീട് വാങ്ങി ഇങ്ങോട്ട് താമസം മാറിയതാണെന്ന്. അപ്പോൾ ഇമാം ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ പുതിയ വീട് വാങ്ങിയത്? അപ്പോൾ സ്ഥലം പറഞ്ഞു കൊടുത്ത്, ഇന്ന സ്ഥലത്താണ്. അപ്പോൾ ഇമാം പറഞ്ഞു, അവിടെയാണോ? നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ കേട്ടോ. അപ്പോൾ അയാളാകെ പേടിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇമാം പറഞ്ഞു, അതെ, നിങ്ങളുടെ വീട് വാങ്ങിയില്ല, അതിൻ്റെ അടുത്തുള്ളൊരു അയൽവാസി ഉണ്ട് നിങ്ങൾക്ക്. അയാൾ മഹാദുഷ്ടനാണ്, കള്ളും കഞ്ചാവും മയക്കുമരുന്നുമായിട്ട് നടക്കുന്ന ആളാണ്. അയാൾ നിങ്ങളെ കൊല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇയാൾ ആകെ പേടിച്ചു, അക്രമിയുടെ അടുത്താണോ ഞാൻ വീട് വാങ്ങിയത്? എന്നിട്ട് ഇമാമിനോട് പറഞ്ഞു, എന്നെ അറിയിച്ചില്ലല്ലോ ഞാൻ വീട് വാങ്ങുന്നതിൻ്റെ മുന്നേ. അപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ടത് നിങ്ങളുടെ ഒരു വിധിയാണ്, പക്ഷേ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ആകെ പേടിച്ച്. അങ്ങനെ ഇയാൾ അതും കേട്ടിട്ട് വിഷമത്തോടെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോവുക. അപ്പോൾ വഴിയിൽ നിന്ന് മറ്റൊരാളെ കൂടി കണ്ടു. അപ്പോൾ അയാളും പരിചയപ്പെട്ടപ്പോൾ ഇതേ അവസ്ഥ തന്നെ പറഞ്ഞത്, ആ ദുഷ്ടനാണ് നിങ്ങളുടെ അയൽവാസി. ആകെ ഭയത്തിൽ ഇനി എന്ത് ചെയ്യും, വീട് ഇനി എന്ത് ചെയ്യും, പൈസ കൊടുത്ത് വാങ്ങിയില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചിങ്ങനെ അയാൾ വീട്ടിലെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അങ്ങനെ വീടെത്താനായപ്പോൾ അവൻ ഈ പറഞ്ഞ ആ അക്രമിയായ അയൽവാസി അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അയൽവാസിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഗേറ്റിനോട് ചാരി ഇങ്ങനെ അയാൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇയാൾ ധൈര്യം സംഭരിച്ച്, ആദ്യം പേടിച്ചെങ്കിലും ധൈര്യം സംഭരിച്ച് അയാളുടെ അടുത്ത് പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പോൾ വലൈക്കും അസ്സലാം. എന്നിട്ട് അയാളോട് ഇങ്ങനെ, ഞാനിവിടെ പുതിയ വീട് വാങ്ങിയതാണ്, ഇപ്പോൾ പുതിയ താമസക്കാരനാണ്, നിങ്ങളെൻ്റെ അയൽവാസിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറഞ്ഞത് എന്താ, ആ അക്രമിയോട് ഇയാൾ എന്താ പറഞ്ഞത്, ഈ നാട്ടുകാരൊക്കെ പറഞ്ഞത് അയാൾ വലിയ ദുഷ്ടനാണെന്നാണ്. പക്ഷെ ഇയാൾ പറഞ്ഞത് എന്താ അയാളോട്, നിങ്ങളെപ്പറ്റി ഞാൻ പുറത്തുനിന്നൊക്കെ നല്ല കേട്ടു, നിങ്ങളെപ്പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് ഈ നാട്ടിലുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. എന്തിനേറെ പറയുന്നു, പള്ളിക്കലെ ഇമാമ് പോലും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്ന്. അപ്പൊ ഇത് കേട്ടതും ആ അക്രമിയായ അയൽവാസി ആകെ അത്ഭുതപ്പെട്ടു, എന്നെപ്പറ്റി തന്നെയാണോ ഒരു പറഞ്ഞത്? അപ്പൊ ഇയാൾ പറഞ്ഞു, അതെ, നിങ്ങളെ പറ്റി തന്നെയാണ്. നാട്ടിലെ എല്ലാവരും നിങ്ങളെപ്പറ്റി നല്ലതേ പറയുന്നുള്ളൂ, എനിക്ക് ഇങ്ങനെ ഒരു അയൽവാസിയെ കിട്ടിയത് ഭാഗ്യമാണ്. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ, നിങ്ങൾ അത് നിരസിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെ. അപ്പൊ പറഞ്ഞു, ഇല്ല, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വിരുന്ന് വരുമോ? നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു വിരുന്നിന് ഇന്ന് രാത്രി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ വീട്ടിലേക്ക് ആ ദുഷ്ടനായ അയൽവാസി വിരുന്ന് വരികയാണ് രാത്രി. അങ്ങനെ വീട് വന്ന് തുറന്നു കൊടുത്തപ്പോൾ ഈ ദുഷ്ടനായ അയൽവാസിയെ തന്നെ ആകെ ഞെട്ടിപ്പോയി. അപ്പൊ എന്നിട്ട് നോക്കുമ്പോൾ എന്താ നെട്ടാൻ കാരണം എന്താ, ആ വീട്ടിൽ അന്ന് വിരുന്നിന് ഇയാൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത്ഭുതത്തോടെ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ മാത്രമായിട്ട് വിരുന്ന് വിളിച്ചതാണോ? അപ്പൊ ഈ അയൽവാസി പറഞ്ഞു, വീട് വാങ്ങിയ പുതിയ ആളുണ്ടല്ലോ, അയാൾ പറഞ്ഞു, അതെ, നിങ്ങളെ മാത്രം, ഇന്നത്തെ എൻ്റെ വിരുന്നുകാരൻ നിങ്ങൾ മാത്രമാണ്, നിങ്ങളാണ് പ്രധാനം എന്ന് പറഞ്ഞു. അപ്പോ അതിലെ ഭയങ്കര സന്തോഷമായി അയാൾക്ക്. പിന്നെ അങ്ങനെ നല്ല ഫുഡ് തന്നെ അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് പോവാൻ നേരത്ത് നല്ലൊരു സമ്മാനം ഗിഫ്റ്റ് അയാൾ കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലെ ഒരു അയൽവാസിയെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമായി, കാരണം ആരും ഇയാളുടെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എനിക്ക് അയൽവാസി വളരെ ഉപകാരപ്രദമാണ്, എനിക്കും എൻ്റെ മക്കൾക്കും നിങ്ങൾ വളരെ ഉപകാരപ്രദമാണ് എന്നൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഈ ദുഷ്ടനായ ഈ അയൽവാസി ഉണ്ടല്ലോ, ഇയാള് പള്ളിയിൽ വരാൻ തുടങ്ങി. എല്ലാ വക്തിലും പള്ളിയിൽ അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ പള്ളിക്കലെ ഇമാമ് ഈ പുതിയ അയൽവാസിയെ വിളിച്ചിട്ട്, ഈ പുതിയ വീട് വാങ്ങിയ ആളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾ അവിടെ വീട് വാങ്ങിയതിന് ശേഷം അയാള് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, സലാം പറയുന്നു, എന്താ സംഭവിച്ചത്, എന്താ നിങ്ങൾ ചെയ്തത് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അവരോട് സലാം പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ക്ഷണിച്ചു, അയാൾ വന്നു പോയി, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു പോയി, അത്രയേ ചെയ്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു കാരണം ഉണ്ടായത് ആണ് അയാളെ നന്നാവാൻ കാരണം. അപ്പോൾ എന്നിട്ട് ഈ കഥ പറഞ്ഞെന്ന ആൾ പറയാണ്, മനുഷ്യന്മാരെല്ലാവരും നല്ലവരാണ്, അവരുടെ ഹൃദയം നല്ലതാണ്, ആ ഹൃദയം ദൈവത്തോട് അടുത്തതാണ്, അവരെ ഒന്ന് തൊട്ടി മിനിക്കിയാൽ എല്ലാവരും നന്നാവും. വളരെ തന്മയത്തോടെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും
ശരിയാവും. ഇത് ഇത്ര വലിയ ക്രൂരനായാലും അവൻ്റെ ഉള്ളിൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ, ഫോളോ, ലൈക്ക്. ഓക്കെ, ബൈ.